സി കെ ഷാക്കിർ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം അത് രാഷ്ട്രീയമായും സൈനികപരമായും ഒക്കെ തീരുമാനങ്ങൾ എടുക്കുന്നതിലും സാമ്പത്തിക നിലയിലുമൊക്കെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ഞാൻ തുടക്കത്തിൽ കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യയിൽ സർവകക്ഷി യോഗം ചേരാൻ കഴിയുന്നുണ്ട്. പൂർണ്ണമായിട്ടുള്ള പിന്തുണ പ്രതിപക്ഷം സർക്കാരിന് നൽകുകയും ചെയ്തു എന്ത് നീക്കം നടത്തുന്നതിലും. പക്ഷേ പാകിസ്ഥാനിൽ അങ്ങനെയല്ല. അവിടെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാക്കൾ ജയിലിലാണ്. അവരുടെ തീരുമാനങ്ങളോ അവരുടെ നിർദ്ദേശങ്ങളോ അല്ല അവിടെ നടപ്പാക്കുന്നത്. അവിടെ സൈന്യമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനും അറിയാവുന്ന കാര്യമാണല്ലോ. പൂർണ്ണ പിന്തുണ തന്നെയല്ലേ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. മറിച്ച് പാകിസ്ഥാനിൽ നടക്കുന്ന ഒരു പ്രചാരണമുണ്ട്, ദയനീയമായ ഒരു പ്രചാരണമാണ്. അവിടെ പറയുന്നത് ഇന്ത്യയിലെ പല പ്രതിപക്ഷ നേതാക്കളും അവർ ഞങ്ങളുടെ നാവായിട്ട് വർത്തിക്കുന്നു എന്നാണ്. പാകിസ്ഥാനിൽ അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നുണ്ട്. അതല്ല എന്ന് തെളിയിക്കേണ്ടത് ഇന്ത്യയിലെ പ്രതിപക്ഷമാണ്. അല്ല, പാകിസ്ഥാന്റെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എന്താ പറയാ, അത് അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളാണ്. അവിടെ രാഷ്ട്രീയപരമായ പ്രശ്നങ്ങളുണ്ട്, സൈന്യം പലപ്പോഴും ഭരണം അട്ടിമറിക്കുന്ന വിഷയങ്ങളുണ്ട്. അത് അതിന്റെ വഴിക്ക് പോകട്ടെ. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന അടിസ്ഥാന പ്രശ്നം കശ്മീരിൽ ഉണ്ടായിട്ടുള്ള ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് കുറ്റവാളികളെ പിടികൂടി ശിക്ഷ ഉറപ്പുവരുത്തുക, അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ്. അക്കാര്യത്തിൽ നമ്മുടെ ഇന്ത്യയിലെ സർക്കാർ കടുത്ത പരാജയമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇത്ര ഗുരുതരമായ കുറ്റം ചെയ്ത കുറ്റവാളികളെ ഇതുവരെ കണ്ടെത്താനോ അതിൽ ഗൂഢാലോചന നടത്തിയ ആളുകളെ ആരെയെങ്കിലും പിടികൂടാനോ ഇതുവരെ നമ്മുടെ ഇത്ര ഉന്നതമായ ശേഷിയുള്ള കഴിവുകളുള്ള സ്വാധീനമുള്ള ഒരു രാജ്യത്തിന് കഴിവില്ല എന്നുള്ളത് ഇന്ത്യ ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിന്റെ പരാജയമാണ്. ഈ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള രാജിവെക്കണമെന്നാണ് ഇന്ന് പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാർ ആവശ്യപ്പെട്ടുള്ളത്. രാജ്യം പാകിസ്ഥാനെതിരെ ഒരു വലിയ നയതന്ത്ര നീക്കം നടത്തുന്നു. അതോടൊപ്പം തന്നെ അടുത്ത നീക്കത്തിന് വേണ്ടി രാജ്യം ഒന്നാകെ കാത്തിരിക്കുന്നു. ആ ഒരു വികാരമാണ് രാജ്യത്ത് മുഴുവനും പ്രതിഫലിക്കുന്നത്. ആ സമയത്താണ് ആഭ്യന്തരമന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്നത്. അല്ലല്ല, നമ്മൾ പറയുന്നത് പാകിസ്ഥാൻ കുറ്റവാളിയാണെങ്കിൽ പാകിസ്ഥാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം. പക്ഷെ ഇവിടെ കുറ്റവാളികളെ പിടിക്കാൻ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് മുന്നോട്ട് വരുന്നില്ല? മാത്രമല്ല, നിങ്ങൾ നോക്ക്, ശിവരാജ് പാട്ടീൽ മുംബൈ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജിവെച്ചിരുന്നു. 2003 ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആയിരുന്ന നരേന്ദ്രമോദി നടത്തിയിട്ടുള്ള പ്രസംഗം ഇപ്പൊ നമുക്കൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. രാജ്യത്തിന്റെ കാവൽക്കാരായി നിൽക്കുന്ന BSF എന്താണ് ജോലി? കാവൽ നിൽക്കുന്നതിന്റെ അധികാരം ഇന്ത്യയിലെ പട്ടാളക്കാർക്കല്ലേ? അവിടെ കേന്ദ്ര സർക്കാരിന്റെ കയ്യിലല്ല അധികാരമുള്ളത്. നിങ്ങൾ എന്ത് പണിയാണ് എടുക്കുന്നത്? പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത്, ശ്രീ സി കെ ഷാക്കിർ, പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചകൾ എന്ന് പറയുന്നത് ഇന്ത്യയിൽ പ്രതിപക്ഷം മോദിക്കെതിരെയാണ്. ഇവിടെ ചില നേതാക്കളുണ്ട്, മമതാ ബാനർജിയുടെയൊക്കെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അവിടെ പാകിസ്ഥാൻ മീഡിയ അവിടെ പ്രചാരണം നടത്തുന്നത്. അതുപോലെ തന്നെ ചില പ്രതിപക്ഷ പാർട്ടികളുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ്. ആ രീതിയിലുള്ള സംസാരമാണോ താങ്കളിൽ നിന്നും വരുന്നത്? പറയാൻ അനുവദിക്കും ഒരു മിനിറ്റ്. ആ കാര്യത്തിൽ നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ഒറ്റക്കെട്ടാണ്. കുറ്റവാളികൾ ശക്തമായി ശിക്ഷിക്കപ്പെടണം. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? നിങ്ങളൊക്കെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങൾ നടത്തുന്നത് യഥാർത്ഥത്തിൽ ഈ കുറ്റവാളികൾക്ക് കൂട്ടുനിൽക്കുന്നതിന് സമമാണ്. നമ്മുടെ 28ഓളം മനുഷ്യരെ കൊലപ്പെടുത്തിയ ആളുകൾ എന്താണ് പിടികൂടാത്തത്? നമ്മൾ നോക്ക്, 4 കിലോമീറ്റർ ചുറ്റളവിൽ വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കാൻ കഴിയാത്ത സ്ഥലത്ത് ഈ കൊടും ക്രിമിനലുകൾ വന്ന് 28 ആളുകൾ നേരിട്ട് കൊലപ്പെടുത്തിയിട്ട് ആ ആളുകൾ തിരിച്ചു പോകുന്നത്, കൊലപ്പെടുത്തുന്നത് ഇരകളായവരുൾപ്പെടെ പരിക്കേറ്റവരുൾപ്പെടെ വീഡിയോയിൽ പകർത്തി കൊടുത്തിട്ടും രാജ്യത്തെ സർക്കാരിന് ചുക്കും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ സർവകക്ഷി യോഗത്തിന് കഥ പറഞ്ഞല്ലോ. സർവകക്ഷി യോഗം വിളിച്ച പ്രധാനമന്ത്രി എന്തുകൊണ്ട് അതിൽ പങ്കെടുക്കാതെ ബീഹാറിലേക്ക് പോയി? നിങ്ങൾ മറുപടി പറയൂ. അതിന് ഉത്തരവാദിത്തമുള്ള മറുപടി പറയൂ. പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടാണ്. പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ വരുമ്പോൾ, ആക്രമണം നടത്തുമ്പോൾ അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുക, അതിലൊന്നും രണ്ടഭിപ്രായമില്ല. പക്ഷെ യഥാർത്ഥ പ്രശ്നത്തെ വഴിതിരിച്ചുവിടാൻ അത് അനുവദിക്കാൻ പാടില്ലല്ലോ. നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന ശേഷം 7 തവണ കശ്മീരിൽ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഭീകരാക്രമണം ഉണ്ടായിട്ടുണ്ട്. 2014, 2016, 2019 22, 25 ഉണ്ടായി. അതിന്റെ കുറ്റവാളികൾ എന്തുകൊണ്ട് പിടിക്കുന്നില്ല? 125ഓളം ആളുകൾ കൊല്ലപ്പെട്ടു, 70ഓളം പട്ടാളക്കാരാണ്. പുൽവാമയിലെ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് BJP നിയോഗിച്ച ഗവർണറാണ് അതിൽ സർക്കാരിന് പങ്കുണ്ട് എന്ന് ആരോപണം ഉന്നയിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കുറ്റവാളികളെ പിടികൂടണം. കുറ്റകൃത്യം ചെയ്യാതിരിക്കാൻ, ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിക്കണം. സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് ഗുരുതരമായ ആരോപണം ഡോക്ടർ ജി ഗോപകുമാർ, ഇപ്പോൾ പ്രതിപക്ഷം ഈ രീതിയിൽ സംസാരിക്കുന്നത് ശരിയാണോ? പക്ഷേ ഈ സുരക്ഷാ വീഴ്ചയുടെ കാര്യം ശരിയാണ്, അതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യവുമാണ്. അത് കേന്ദ്ര സർക്കാരും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഇവിടെ കേന്ദ്ര സർക്കാരിനുണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞ് തിരുത്തി പറയേണ്ടത്